ഇതാണ് എന്നെ സഹായിക്കുന്ന ബിജു ചേട്ടൻ, വിഴിഞ്ഞത്തിൽ ലേലം വിളിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഴിഞ്ഞംകടപ്പത്തെ ലേലക്കാരനാണ്. ഇന്നാള് നമ്മുടെ സഹോദരൻ ഷെബീക്ക് മെസ്സേജ് ഇട്ടിരുന്നു. നമ്മളെല്ലാവർക്കും അറിയാൻ വേണ്ടി ഓർമ്മിക്കാൻ ഒരു കാര്യമുണ്ട്. ഇന്ന് അവന് വന്നത് നാളെ മറ്റുള്ളവർക്കും വരാനുള്ള ഒരു സാഹചര്യം, ഒരു നോവാണ്. ആ സഹോദരന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടട്ടെ എന്നുള്ളതിനുള്ള ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. നാളെ ഒരു സമയത്ത് ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമുക്കും തോന്നും. കാരണം ഞാൻ അവനെ കുറിച്ച് എൻ്റെ അമ്മയ്ക്കും വീട്ടിലെ അച്ഛനും ഭയങ്കര സങ്കടം തന്നെയാണ്. നീ ദൈവം സഹായിക്കും, ദൈവം കൂടെ ഉണ്ടാവും, മക്കളെ കൈകൊട്. അവൻ എപ്പോഴും മരുന്ന് ഒഴിക്കുമ്പോൾ തന്നെ ഇതാ ഇപ്പോഴും എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക സഹോദരൻ. ചേട്ടൻ സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് വേണ്ട മക്കളെ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിരുന്നു. അയാൾക്കും വാക്കുകളില്ല, കാരണം അയാളുടെ വേദനകളായിട്ട് നേരിട്ട് കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ആ ഭാവത്തിന് നമ്മുടെ ഓരോ സപ്പോർട്ടും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു മെസ്സേജുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലടിക്കുന്നു. ഓർമ്മയിലൊരു മുറിവ് എന്നൊരാ ഒരു വാക്ക് നമ്മളുടെ മനസ്സിലൊരു വല്ലാത്തൊരു വേദന തന്നെയാണ്. ഓർമ്മയിലൊരു മുറിവ് എന്ന് പറയുന്നത് അവന് ഇത്രയും കാലം കൊണ്ട് നടന്ന ഒരു വേദനയാണ് ആ ഒരു ടൈറ്റിലായിട്ടിരിക്കുന്നത്. ആ ഒരു മുറിവിന് നമ്മളും കാണണം, ആ ഒരു മനസ്സിനെയും കാണണം. കാരണം ആ വീട്ടില് അവന്റെ ഉമ്മയും വയസ്സായിട്ടുണ്ട്, വയസ്സ ഉമ്മയും വയസ്സ ഉപ്പായും. അവൻ കാരണം തന്നെയാണ് അവന്റെ കുടുംബം കഴിഞ്ഞു കൂടുന്നത്. അവന്റെ ഒരു വയറ്റുപിഴപ്പ്, അവന്റെ ഒരു വരുമാനം തന്നെയാണ് അവന്റെ വീട് മൊത്തവും കൊണ്ടുപോകുന്നത്. ഒന്നുമില്ല, ഒരു 3000-4000 രൂപ അവൻ കടമറച്ചു കൊണ്ട് കച്ചവടം ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. എനിക്ക് അവന് ആലോചിക്കുമ്പോൾ തന്നെയാണ് എനിക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നിയ. എനിക്ക് കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സ് കിടന്ന് എനിക്ക് വല്ലാത്തൊരു പാടുകൂടെ. കാരണം ആ സഹോദരന്റെ കണ്ടില്ലേ, ഈ സഹോദരനെ കാണുമ്പോൾ നമുക്ക് എന്നെ എന്തിരക്കുമാ തോന്നുന്നു ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെ, കണ്ടില്ലേ, നമുക്കൊന്നല്ലേ അവൻ ഒരുപാട് പറയണ്ട. എനിക്ക് എന്റെ വിഷമങ്ങൾ മാത്രം തന്നെയാണ് ഞാൻ അവനെ കണ്ണിലുകൊണ്ട് കണ്ടിരിക്കുന്നത്. ഞാൻ അവൻ്റെ ഇപ്പോഴും പറയാം, ഞാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ മനസ്സിലും ഓരോ ചിന്തന കൂടും. എന്താന്ന് പറഞ്ഞാൽ അതെന്ത് സഹായിച്ചാൽ നിങ്ങൾ ചാടിക്കാൻ മേടിക്കൂല, അവന് വീണ്ടെടുത്ത് ചാടിക്കാൻ ഇല്ല, 100% ഇല്ല. എന്റെ മാതാസത്യത്തില് ഞാൻ അങ്ങനെ മേടിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. നമുക്കതിന്റെ ആവശ്യമില്ല. എന്റെ കൂടപ്പിറപ്പിന് വേണ്ടി ഞാൻ എടുത്തു കൊടുക്കുന്ന അത്രയേ ഉള്ളൂ. എന്റെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ്, എന്റെ വീട്ടിലൊരു അംഗം കൂടെ തന്നെയാണ്. നിങ്ങളുടെ സഹായവും അനുഗ്രഹവും സഹകരണവും ഈ മകനൊന്ന്, ഈ സഹോദരനൊന്ന്, ഈ ഫ്രണ്ടിനൊന്ന് സഹായിക്കണമെന്ന് ഞാൻ താഴ്മയോട് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.